എന്തൊരു ഉറക്കമാണ്. ചായ ഇരുന്ന് തണുത്തല്ലോ. പച്ചവെള്ളം പോലെയായി. എഴുന്നേക്ക്. ഫുട്ബോൾ കളി കണ്ടു കിടന്നപ്പോ ഒരു സമയമായി. അപ്പൊ ഇന്ന് പോണില്ലേ വർക്ക്ഷോപ്പില്? വർക്ക്ഷോപ്പിൽ പണിയൊന്നുമില്ല. പിന്നെ അവിടെ ഇപ്പൊ മറ്റേ വൺ വേ, ആ വർക്ക്ഷോപ്പിന്റെ ഫ്രണ്ടിലുള്ള റോഡ് വൺ വേ ആക്കി റോഡ് പണി കിടക്കുന്നുണ്ട്. അപ്പൊ എന്നോട് വർക്ക്ഷോപ്പിൽ പോകുന്നാണല്ലോ പറഞ്ഞത്. വർക്ക്ഷോപ്പിൽ ഇന്നിപ്പോ മറ്റന്നാൾ കൊടുക്കേണ്ട ഒരു വണ്ടി, അത് ഇച്ചിരി പരിപാടികളിലായിരുന്നു. നാളെ എങ്ങനെ പോയി ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇങ്ങോട്ട് നോക്കിക്കേ. എന്നോട് എന്തോ അച്ചാച്ചൻ പറഞ്ഞത്? പോവാന്ന് പറഞ്ഞില്ലായിരുന്നു വർക്ക്ഷോപ്പിൽ? പണിയില്ല. ഞാൻ അവിടെ പോയിരുന്നിട്ട് ഇത്രയും നേരം അവിടെ കുത്തിരിക്കാവും. 10-100 തരും. പണി തരാതെ അവന്റെ അടുത്ത് ഒരു തച്ചുപോലി ഓടിക്കാൻ പറ്റുമോ? പിന്നെന്തിനാ എന്നോട് പറഞ്ഞത് പോവാന്ന്? അച്ചാച്ചൻ പോവാന്ന് പറഞ്ഞിട്ടല്ലേ. എന്ത് ഇത് എവിടെ പോയി രാവിലെ ഒരുങ്ങി കിട്ടി? ഞാൻ മറ്റേ പെരുവാസ്തോലിക്ക് ഡാൻസ് ക്ലാസ്സിലെ ഒരു കോച്ചിന്റെ പെരുവാസ്തോലി അല്ലായിരുന്നു. ആ രാവിലെ ആയിരുന്നു. എന്തുവായിരുന്നു? ബിരിയാണി ആയിരുന്നു? ബിരിയാണി ഒന്നുമല്ല, സദ്യ. പോന്നെങ്കി പോവാം. ഞാൻ കുളിക്കാൻ പോയപ്പോ ഇവിടുത്തെ കൊച്ചു തമ്പുരാട്ടി ബാത്റൂം ആ കുളിപ്പരല്ല. ഇനി ഇറങ്ങുമ്പോൾ അപ്പുറത്തുനിന്ന് കുളിക്ക്. എനിക്ക് എന്റെ ബാത്റൂമിന്റെ ഒരു ആംബിയൻസ്, ആ ഒരു മണം കിട്ടിയല്ലേ അങ്ങോട്ട് ഇതാ. ഓ പിന്നെ അങ്ങനെയൊന്നുമില്ല. ഒരു ദിവസം ഒന്ന് മാറി കുളിച്ചെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നും. അവളിപ്പോ ഇറങ്ങിട്ട് കുളിക്കാം. ഇതിപ്പോ എന്നെ ഇപ്പൊ വർഷം പണിയില്ലാതെ പറഞ്ഞു വിട്ടിട്ട് എന്ത്? എന്നോട് എന്താണ് അച്ചാച്ചൻ പറഞ്ഞത്? ആ ചിലങ്ക വാങ്ങിച്ചോണ്ട് തരാന്ന് എന്നോട് പറഞ്ഞില്ലായിരുന്നാ? എന്റെ പൊന്നു സുഹൃത്തെ, അവർക്ക് അവിടെ വരെ കൊണ്ടുവരാമെങ്കിൽ അത് എവിടെ? അത് ഇഞ്ചക്കല്. അയ്യോ, ഭയങ്കര യാത്ര. അത് പോകുന്ന വഴി ഭയങ്കര ചെക്കിങ്. ആ ഇപ്പൊ എന്റെ ഇരിക്കുന്ന വണ്ടിക്ക് എന്റെ വണ്ടിക്ക് പോകണ്ട, ഓട്ടോക്കല്ല ബസ്സിന് പോകും. ബസ്സിന് നിങ്ങൾക്കേ ഉള്ളു ഫ്രീ, ഞങ്ങൾക്ക് ഫ്രീ ആയിട്ടില്ല. അതിനെന്തോ അവിടെ വരെ പോണത് 10-25 രൂപയുടെ പോയിന്റേ ഉള്ളൂ. 25 രൂപയുടെ പോയിന്റാ? ഏത് യുവത്തിന് താമസിക്കുന്നത്? 2 വണ്ടി മാറി കയറണം. ചെന്നിറങ്ങുമ്പോൾ ചൂട് സമയമായിരിക്കും. ഒരു സർബത്ത് കുടിക്കണോ? പിന്നെ അവരുടെ ലൊക്കേഷൻ എവിടെയാണെന്ന് വെച്ചാൽ വണ്ടി ഇല്ലാത്ത അവിടോട്ട് ഓട്ടോ വിളിച്ചു പോകണം. തിരിച്ച് ഓട്ടോയിൽ വന്നിറങ്ങി ബസ് കാത്തിക്കും വീണ്ടും ഒരു സർബത്ത് കുടിക്കണം. എന്റെ അച്ചാച്ച ബസ് ഇറങ്ങുന്ന അവിടെ തന്നെയാണ് അവരുടെ വീട്. അച്ചാച്ചൻ ഇത് പോവാന്ന് എനിക്ക് വാങ്ങിച്ചോണ്ട് തരാന്ന് പറഞ്ഞോണ്ടാ. അല്ലെങ്കിൽ ഞാൻ പെരവാസ്തോലി കഴിഞ്ഞിട്ട് അവിടുന്ന് അങ്ങ് പോയിട്ട് വന്നേനെ. അത് മതിയായിരുന്നു പറഞ്ഞാൽ ഇവിടെ ഞാൻ രാവിലെ പോയതാണ്. എന്തെങ്കിലും ഉണ്ടാക്കിയാ? ഭക്ഷണം പോലും ഉണ്ടാക്കിയിട്ടില്ലേ? ഇവിടെ എനിക്കറിയത്തില്ല. അവര് രാവിലെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇറങ്ങിപ്പോയി. ഞങ്ങൾക്ക് കുളിച്ചിട്ട് വന്ന് ലില്ലിപ്പൻ്റെ അടുത്തൊന്നും എല്ലാം കഴിക്കാതെ അവിടെയും പട്ടിണി. അവിടെ കഴിക്കാനായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ പോയിട്ട് വേണം, ചെന്നിട്ട് വേണം ഇനി ഉണ്ടാക്കാനായിട്ട്. അപ്പൊ പട്ടിണിയാണ്. അപ്പൊ പോകുന്ന വഴിക്കും എല്ലാം കഴിക്കണോ? ഇതിനൊക്കെ പൈസ ഉണ്ട്. എൻ്റെ കയ്യിലൊക്കെ ഒന്നും ഇരിപ്പല്ലോ. പൈസ ഞാൻ തരാം. പൈസ ഇല്ലാതെ 100 രൂപ പോയിട്ട് വാ. ഇതെല്ലാം കൂടെ വേണ്ട. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഇതിനകത്ത് എങ്ങനെയായാലും ഇതിനകത്ത് എങ്ങനെയായാലും ബാങ്കിൽ അടയ്ക്കാനുള്ള പൈസ അധികം വരും. അപ്പൊ ആ പൈസ എന്ത് ചെയ്യും? ഇയാള് പോയ അവിടുന്ന് 25-50 രൂപ. ബാക്കി 50 രൂപ മിച്ചമില്ലേ? ഒരു സർബത്തും കുടിക്കാം, ഒരു ബണ്ണും എന്തെങ്കിലും കഴിക്കാം. 25-50 രൂപ. പോയ വണ്ടി കേടായി. അവിടുന്ന് അടുത്ത വണ്ടി പിടിക്കണം, വീണ്ടും ഒരു 25 രൂപ. കേടാവുന്ന ഇത്ര ഉറപ്പെന്തുവാ? നന്നാക്കുന്ന വണ്ടിയല്ല, അതുകൊണ്ടാണ് കേടാവുന്നത്. ഇയാൾ ഈ 100 രൂപയുടെ നാക്കിത്തരം പറയാതെ ഫ്രീ ആയിട്ടൊരു ചെലങ്ക് കിട്ടുമല്ലോ, അതിന് പൈസ ചെലവാക്കുക. അഴിഞ്ഞിട്ട് ഫ്രീ ആയിട്ടാ? പിന്നല്ലാതെ ചെയ്യിക്കാൻ കൊടുത്തിരിക്കുന്നതാണ്. നടക്കൂല. ഇതിപ്പോ 200 ഉണ്ടാ ചേച്ചാ? എന്താ ലില്ലിപ്പെണ്ണെ, പെട്രോൾ 100 രൂപയ്ക്ക് 1 കുപ്പി എണ്ണ കിട്ടാത്ത കാലതാണ്. 107-108 രൂപ കൊടുക്കണം. 100 രൂപ അല്ല ഒരു കാര്യം. ഈ 100 വെച്ചിട്ട് 500 എനിക്ക് ആവശ്യമുള്ളതാണ്. അത് അറിയാതെ കാണിച്ചു പോയതാ ഞാൻ. 300 കടന്നവലാന്നിട്ട് ഇയാടെ കാല കിളിയിൽ കേൾക്കാൻ വേണ്ടിട്ടാണ്. ആകെ ചിലങ്ക 600 രൂപ ഉണ്ടായിരുന്നുള്ളു. ഇപ്പൊ എനിക്ക് 300 രൂപ നഷ്ടം. പിന്നെ എന്തോ അവരോട് ലൊക്കേഷൻ ഇടാൻ പറ. ലൊക്കേഷനൊക്കെ ഞാൻ അയച്ചു തരാം. എന്റെ അടുത്ത് അയച്ചു തന്നിട്ടുണ്ട്. ഫോൺ എടുത്തിട്ട് പോണേ മറക്കാതെ. ചേച്ചി എപ്പോ വരുമെന്നാ പറഞ്ഞത്? അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയി. ഇനി വന്നിട്ട് വേണം വല്ലതും ഉണ്ടാക്കാൻ. വന്നു കഴിഞ്ഞാൽ തന്നെ ഉടനെ ഇപ്പൊ മെമ്പർ ആയതിനു വീട്ടിൽ ഇരിക്കാല്ലേ, വല്ലവരുടെ വീടുകളിൽ കയറി ഇറങ്ങി നടക്കും. എഴുന്നേക്ക് ഇനി ഇരിക്കല്ലേ. മുത്തിറങ്ങാൻ എന്തോ ചെയ്യും? എനിക്ക് അവിടെ കയറി ഇരിക്കാൻ പറ്റുമോ? ഇവളെന്നാ എന്ത് കുളിക്കണം? മുത്തേ കടയിൽ നിന്നും മേടിക്കണ്ടോ? കടയിൽ നിന്നും ഇനി കടയിൽ നിന്നൊന്നും വാങ്ങിക്കാൻ എന്റെ പൈസ ഇല്ല. 100 രൂപ കൊണ്ടൊരു ചെറുപ്പക്കാരെ ഇഞ്ചക്കല് വരെ, അത് ബാറുകളുള്ള ഏരിയ. എൻ്റെ പൊന്നു മോളെ, നീ വന്നപ്പോഴത്തേക്ക് എൻ്റെ മരുന്നും കുഴപ്പം കൂടെ വാങ്ങിച്ചോണ്ട് വന്നില്ലല്ലോ. കഷ്ടം. ഇനി ഇപ്പോൾ ഒരു വെയിലത്തിന് ഞാൻ ഒന്നുകൂടെ അങ്ങോട്ട് പോകണ്ടേ? സത്യമായിട്ടും ഞാൻ മറന്നുപോയമ്മേ. ഓർത്തതാണ്. പക്ഷെ ഞാൻ ഡാൻസ് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് താമസിച്ചു പോയി. പിന്നെ ധൃതി ഇട്ട് ഇറങ്ങിയതുകൊണ്ടാണ് ഓർക്കാഞ്ഞത്.
ഈ കൊച്ചുങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണമെന്ന് കരുതിയിട്ടാണ് ഞാൻ ആ ബാബുവിൻ്റെ കടയിലോട്ട് കയറിയത്. കഷ്ടകാലത്തിന് ഞാൻ മരുന്ന് അവിടെ ഇട്ടൊന്ന് വെച്ചു പോയി. തിരിച്ചു വന്നപ്പോൾ എടുക്കാൻ മറന്നു. അത് കുഴപ്പമില്ല, ഇനിയിപ്പോൾ ഏട്ടൻ പോകുമ്പോഴത്തേക്ക് എടുത്തോണ്ട് വരാൻ പറയാം. കുഴപ്പമില്ല, ഞാൻ എടുപ്പിച്ചോളാം. ആ നീ റെഡിയായാ? ഇല്ല, ഡ്രസ്സ് മാമി കുറച്ച് വെളിച്ചെണ്ണ തരുമോ? എന്നാ പറ്റിയപ്പാ? അവിടെ രാവിലെ ചമ്മന്തി ഒഴിക്കാൻ വെളിച്ചെണ്ണ എന്നിട്ട് കൊണ്ടുപോയിക്കോ. എന്നിട്ട് കൊണ്ടുവന്നു ഞാൻ പിന്നെ എടുത്തോളാം പോയി. വേണ്ട, കുറച്ച് മതി. അല്ല പിന്നെ ഇനിയിപ്പോ ഇതിന് വേറെ പാത്രത്തിലോട്ട് ഒഴിക്കണ്ടേ? ഈ ഡ്രസ് ഇട്ട് പോകാൻ പറ്റില്ലല്ലോ. ചെയ്തിട്ടുണ്ട്. ആ, മാറ്റാം. തല വന്നിട്ട് തോർത്തിയാ? ഓ, എനിക്ക് കുറച്ച് മതി. വേണ്ട, നീ അവിടെ വെച്ചോ, ഞാൻ അവിടെ വന്ന് എടുത്തോളാം. കുഴപ്പമില്ല. ഞാൻ പോയി നോക്കാം. ഞാൻ നോക്കാം. ശരി, ഞാനും പോട്ടെ. ശരി. ആ എന്താ മക്കളെ? അമ്മമ്മ ബാബുവിന്റെ കടയിൽ വെച്ച് എന്തെങ്കിലും മറന്നായിരുന്നോ? ആ മറന്നു മക്കളെ, എൻ്റെ മരുന്ന് ഞാൻ ബാബുവിൻ്റെ കടയിൽ വെച്ച് മറന്നിട്ട് പോന്നു. അയ്യോ, കണ്ടാ വേണേ എന്റെ പിള്ളേ എന്റെ മരുന്നും കൊണ്ടുവന്നത്. വളരെ ഉപകാരം മക്കളെ. അല്ലെങ്കിൽ വയ്യാത്ത കാലം കൊണ്ട് ഞാൻ അവിടെ വരെ നടക്കണ്ടായിരുന്നു. വഴി പോയാ? അല്ല, ഞാന് ബാബുവിന്റെ കടയിൽ പോയപ്പോ ബാബുവിന്റെ എന്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ അമ്മമ്മ മരുന്ന് അവിടെ മറന്നു വെച്ചെന്ന്. സത്യം പറഞ്ഞാൽ ഞാൻ വേറൊരു വഴിക്ക് പോകാൻ വേണ്ടി നിന്നത്. അപ്പൊ പിന്നെ എന്തായാലും ഈ ആ കാര്യം മാറ്റി വെച്ചിട്ട് ഈ മരുന്നിനെ കൊണ്ട് ഇങ്ങോട്ട് വരാന്ന് വിചാരിച്ചു. മരുന്നിനെക്കാട്ടിലും വലുതൊന്നും അല്ലല്ലോ മറ്റൊന്നും. നന്നായി. അമ്മയ്ക്ക് ഭയങ്കര കാലുവേദനയാ, ഉള്ളതൊക്കെയാ. അമ്മമ്മ, എനിക്ക് ചെറിയ രീതിയിൽ ഫിസിയോതെറാപ്പിയും കാര്യങ്ങളൊക്കെ അറിയാം. ഈ ഉഴിച്ചിലും പിഴിച്ചിലൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. അമ്മച്ചിക്ക് ഇനി ഉഴിനോന്ന് തോന്നിക്കഴിഞ്ഞാൽ നേരെ എന്നെ വിളിച്ചാൽ മതി, ഞാൻ വന്ന് വിളിച്ചു തരാം. മക്കളെ പിന്നെ എൻ്റെ ഈ കാലിന് ഭയങ്കര വേദനയാണ്. മക്കൾക്ക് ഇവിടെ തൈലം ഇട്ട് ഇങ്ങനെ തിരുമാനും ഉഴിയാനും ഒക്കെ അറിയാമോ? അറിയാമോന്ന് എത്ര മുട്ടും ഇങ്ങനെ ഞാൻ ഇങ്ങനെ തിരുമി റെഡിയായി കൊടുത്തിങ്ങനെ. ഞാൻ പറഞ്ഞില്ലേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോ, ഇല്ല അല്ലു വരും. മക്കളെല്ലാം കഴിച്ചായിരുന്ന? സത്യം പറഞ്ഞാൽ നല്ല വിശപ്പുണ്ട്. കുഴപ്പമില്ല, ഇനിയിപ്പോ വീട്ടിൽ പോയിട്ട് കഴിക്കാം. അയ്യോ വേണ്ട, എന്നാ പിന്നെ കഴിച്ചിട്ട് പോക്കൂടെ? ഇങ്ങനെ സ്നേഹത്തോടെ വിളിക്കുമ്പോ ശരി. ഞാൻ പോട്ടെ. ആ പോയിട്ട്. മുത്തവിടെ പോണു? എനിക്ക് പ്രിന്റ് ആപ്ലിക്കേഷൻ ഒക്കെ കൊടുക്കാൻ. എന്നാ അല്ല, ഞാൻ കുഴപ്പമില്ല, വീട്ടിൽ പോയിട്ട് കഴിക്കാം. അത് പറ്റത്തില്ല, നിനക്ക് വിശപ്പുണ്ടെന്നല്ലേ കുഴപ്പമില്ല, വീട്ടിൽ പോയിട്ട് കഴിക്കാം. കഴിച്ചിട്ട് പോയാ മതി, കഴിച്ചിട്ട് പോയാ മതി, കഴിച്ചിട്ട് പോയാ മതി. അല്ല അമ്മ, അല്ല എനിക്കിപ്പോ വിഷം മാറി. ഇങ്ങോട്ട് വാ, നീ കയറി വാ. പോലും മാറിയുന്നത് കയറി പോടാ അങ്ങോട്ട്. അല്ല പിന്നെ കഴിക്കാൻ അന്ന് നല്ല ഇഡ്ഡലി ഉണ്ട്, കഴിച്ചോ. കറി 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 ഒഴിച്ചു കൂട്ടും. മതി മതി. മതിയാ, പതുക്കെ കഴിച്ചാ മതി. മക്കളെ പിന്നെ കഴിച്ചിട്ടേ അമ്മൂമ്മയുടെ കാലൊന്ന് തിരുമ്മി തരണേ. അത് എനിക്ക് മുതിർന്നവരെ കാലം അങ്ങനെ തിരുമ്മി ചെയ്യലില്ല. ഈ കൊച്ചു പിള്ളേരെ കാലൊക്കെയാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. ഞാൻ ചിലപ്പോൾ വല്ലതും പിടിച്ച് ഓടിയായിട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റി? അയ്യോ വേണ്ട, എന്റെ പൊന്നെ അറിയാത്ത പരിപാടിക്ക് നിൽക്കണ്ട. ഓ എന്നാ വേണ്ട, മതി 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 മതി. ലില്ലി, സുലി ചേച്ചി, ആരാ ഇരിക്കണേ നോക്ക്. നീ എന്താ ഇവിടെ? ആഹാരം കഴിച്ചു. നീ അവിടെ നിന്ന് കഴിച്ചിട്ടല്ലേ ഇറങ്ങിയത്? ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ വിശപ്പ് കാരണമുണ്ട്. ചൂടൊക്കെ ഇല്ലേ? കഴിക്കേണ്ട സമയമായില്ല. ഈ തങ്കത്തിന് കൊടുത്തേക്കണേ ഇല്ലേ? എത്രയുണ്ട് സുലി ചേച്ചി? 2000 ഉണ്ടത്. കൊടുത്തേക്ക്. ഡാ കഴിച്ചിട്ട് നീ അങ്ങോട്ട് വാ. കഴിക്കട്ടെ സമാധാനത്തില്. മതി 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 ഒരു ഇഡ്ഡലിയും കൂടെ. മതി മതി മതി. ശരി ഇറങ്ങണ്ട. ഇത്ര ഓടിപ്പിടിച്ച് എവിടെ പോണേ? എനിക്ക് ഞാൻ മറന്നുപോയി, പെട്ടെന്ന് മറന്നുപോയി. എനിക്ക് ഇന്നൊരു സിനിമയുടെ ഓഡീഷൻ ഉണ്ട്, അപ്പം അങ്ങോട്ടൊന്ന് പോണം. അപ്പൊ ശരിയാണ്, നിങ്ങൾ ഇരുന്ന് കഴിയും. അയ്യോ മക്കളെ, വെള്ളം കുടിച്ചിട്ട് പോ. വെള്ളം കുടിച്ചില്ലേ? ശരിയെന്നാ, കൈ കഴുകില്ല. അത് വീട്ടിൽ പോയി കഴിവാ. എവിടെ പോണെന്ന് പറഞ്ഞത്? അവനെന്തോ സിനിമയിൽ അഭിനയിക്കാൻ പോണു, ഓഡീഷൻ ഉണ്ടെന്ന്. എന്താ ഓഡീഷൻ? എന്നതൊക്കെയാണ്. ആവട്ടെ, രക്ഷപ്പെടട്ടെ. അതെ.
ഇത് അവിടെ നിന്നാളെ പെട്ടെന്ന് ഇങ്ങ വന്നാ പെട്ടെന്ന് വന്ന് ആടി കറങ്ങി വന്നാ എടി പിന്നെ ഞാൻ നിന്നെ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു. എൻ്റെ ഒരു കൂട്ടുകാരുടെ പുതിയൊരു ലേഡീസിന്റെ ഒരു സലൂൺ തുടങ്ങി. ആരുമില്ല, ലേഡീസിന്റെ ഒരു സലൂൺ വരൂലെന്ന്. അങ്ങനെ എൻ്റെ ഒരു കൂട്ടുകാർ ലേഡീസിന്റെ പുതിയൊരു സലൂൺ തുടങ്ങി. ഇഷ്ടംപോലെ ഓഫർ ഉണ്ടെന്നാണ് പറയണത്. മറ്റേ സ്പാ ഉണ്ട്, ഫേഷ്യൽ ഉണ്ട്, മറ്റേ ഹെയർ കളറില്ലേ, അതെല്ലാ പരിപാടിയുണ്ട്. ഭയങ്കര ഓഫർ. ഹെയർ കളർ റെഡൊക്കെ അടിച്ചിട്ട് പൊളിക്കും. റെഡ് അല്ല ഒരു ബ്രൗൺ. ഒരു കാര്യം ചെയ്യ്, നീ വീട്ടുകാരെല്ലായിടത്തും പറ. എല്ലായിടത്തും നിന്റെ കൂട്ടുകാരടുത്തും വീട്ടുകാരത്തൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കൊണ്ടൊരു ദിവസം വാ. കൂട്ടുകാരല്ലേ അമ്മയുടെ പറഞ്ഞു നോക്കി, എനിക്കിങ്ങനെ ഹെയർ കളർ അടിക്കണം, മുടി വെട്ടണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനത് അങ്ങനെ ഇടയ്ക്ക് പറഞ്ഞതേ ഉള്ളൂ. എന്നാലും അവരാരും വന്നില്ലെങ്കിൽ നീ വാ, നിന്നൊരു ദിവസം കൊണ്ടുപോവാ. ഈ ചുമ്മാ എന്തിനു വരുന്നു? ഞാൻ എങ്ങനെ ഒറ്റയ്ക്ക് വരാനാ? ഞാൻ ഇരിക്കില്ല, എന്റെ ബൈക്കിൽ നമുക്ക് പോവാം. പോയണീറ്റ് പോയതാ. ഇനിയിപ്പോ അമ്മ വല്ലതും വരും. ചുമ്മാ ഓരോ അൺറിയലിസ്റ്റിക് കാര്യം പറയാ. നീ ഇങ്ങനെ പേടിച്ച് നിന്ന് കഴിഞ്ഞാൽ ഒരു കാര്യം പേടിയൊന്നും അല്ലാതൊന്നും നടക്കൂല. എന്തോന്ന് പേടി? ഞാൻ പോണം. എവിടെ പോണം നീ? എനിക്ക് അക്ഷയ പോണം. എടി കുറച്ചു നേരം സംസാരിച്ചിട്ട് പോ, ഞാൻ അതെല്ലാം പറഞ്ഞു തീർത്തില്ല. പച്ച സംസാരിക്കും. എന്താ നീ എന്താ മുത്തോട്ട് സംസാരിച്ചത്? ഞാനൊന്നും സംസാരിച്ചില്ലല്ലേ മോളെ. എന്താ പറഞ്ഞ? ഞാനൊന്നും സംസാരിച്ചില്ലല്ലേ. മുത്തെന്തോ എന്നോട് പറഞ്ഞ? വഴി എന്താ? ഏത് വഴി? നിനക്കറിയാത്ത ഏത് വഴിയാണ് ഇവിടെ ഉള്ളത്? ഇല്ല, അങ്ങനെ അങ്ങനെ നിങ്ങളെ പറ്റി ഞാൻ സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. എന്നെ കുറിച്ച് എന്ത് സംസാരിക്കാൻ? അതായത് എൻ്റെ ഒരു കൂട്ടുകാരനെ ന്യൂജനായിട്ട് പുതിയൊരു വർക്ക്ഷോപ്പ് തുടങ്ങി. അതിന് അപ്പൊ അവിടെ ഈ മറ്റേ ഇപ്പോഴത്തെ ഇലക്ട്രോണിക്സ് പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാവുന്നൊരു ഒരു അസിസ്റ്റന്റിന് ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അവൻ. അസിസ്റ്റന്റ്? അപ്പൊ എൻ്റെ മനസ്സിൽ ആദ്യം അത്യാവശ്യം ഇവിടെ വണ്ടിപ്പണിയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അറിയാന്നുള്ളത് അണ്ണന് മാത്രമേ ഉള്ളൂ. അപ്പൊ അണ്ണനെ ഒന്ന് എങ്ങനെ താല്പര്യമുണ്ടോ? അത് എന്നോട് ചോദിക്കാനുള്ളത് മുത്തിനടുത്ത് ചോദിക്കേണ്ട കാര്യം എന്ത്? അല്ലണ്ണ, ഇപ്പൊ എന്താ രണ്ടുപേരും ഒരു വീട്ടിലല്ലേ പോണ? അപ്പൊ അവളെ അടുത്ത് ചോദിച്ചാലും ഇങ്ങനെ ചോദിച്ചാലും ഒരുപോലെ ഇല്ലേ? അതെങ്ങനെ ഒരുപോലെ ആവും? അല്ല, അവളൊന്നും പറയൂല അങ്ങ്. എങ്ങനെ പറയും? സുലിച്ചേച്ചി നീ ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. തങ്കം ചേട്ടത്തേക്ക് ഒരു തേങ്ങ വേണമെങ്കിൽ നിന്റെ അടുത്ത് ചോദിച്ചാൽ പറ്റും. അപ്പൊ അങ്ങനെ അല്ലണ്ണ, അപ്പൊ നിങ്ങളെ പെട്ടെന്ന് കണ്ടില്ല, അപ്പൊ എനിക്ക് അവളുടെ അടുത്ത് പറഞ്ഞു വിട്ടല്ലേ പറ്റുള്ളൂ. അതിനല്ലേ ഫോൺ കൊണ്ട് കിടക്കുന്നത്? എന്ത് ഫോണിൽ വിളിക്കാത്തത്? കാരണം നിങ്ങൾക്ക് ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ നിങ്ങൾ എന്തിനു ദേഷ്യപ്പെടുന്നത്? ഞാൻ അക്ഷയയില്. വാ, ഞാൻ അങ്ങോട്ട് വിടാം. അല്ല അണ്ണ ഇങ്ങോട്ടല്ലേ പോണേ? ആരാ അണ്ണൻ. ഞാൻ എങ്ങോട്ടെങ്കിലും മക്കളെ, നീ എങ്ങോട്ടെങ്കിലും പറഞ്ഞോളൂ. അല്ല അപ്പൊ എന്താപ്പം എന്താടാ? ഇല്ല, ബാ അക്ഷയ അടയ്ക്കും. അണ്ണാ മറ്റേ പണിരേസം എന്താ പറയാ? നീ വിളി, അപ്പൊ ഞാൻ പറയാം. ഹെൽമെറ്റ് ഇല്ല. റൊണാൾഡോ ഹെൽമെറ്റ്. കേറ്, ഇവിടെ അപ്പുറത്ത് വരെ പോയപ്പോ ഇരുന്നില്ല. എന്റെ സുലിച്ചേച്ചി വിഷമിക്കല്ലേ, ഞാൻ ഇപ്പൊ ഏട്ടനെ വിളിച്ചതേ ഉള്ളു. അങ്ങനത്തെ ഒരു കേസ് പോലും അവര് രജിസ്റ്റർ ചെയ്തിട്ടില്ല. അപ്പൊ എന്തെങ്കിലും നിസ്സാര പരിക്കേ കാണത്തുള്ളു. വെറുതെ ടെൻഷൻ അടിക്കല്ലേ. 100 വട്ടം അവനോട് പറയണത് പതുക്കെ പോ. അതിന് ഇപ്പോഴത്തെ പിള്ളേർ ആരെങ്കിലും കേൾക്കുവോ നമ്മൾ പറയുന്നത്? ഇപ്പൊ സംഭവിക്കാനുള്ളത് സംഭവിച്ചു പോയില്ലേ, ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് എന്ത് ചെയ്യാനാ? ഒന്നും അറിയാനും വയ്യ. അവനാണെങ്കിൽ ഭക്ഷണം കൊടുത്തിട്ട് അത് കഴിക്കാതെ പോലെ എന്തോ ഓഡീഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോയത്. ലല്ലുവിനൊരു ആക്സിഡന്റ് പറ്റി. എങ്ങനെയാണെന്നൊന്നും അറിയാൻ പാടില്ല. സുലിച്ചേച്ചിനെ ആരോ വിളിച്ച് പറഞ്ഞതാ. അയാൾക്കും ഡീറ്റെയിൽ ഒന്നും അറിയാൻ പാടില്ല. അപ്പൊ ലല്ലുവിനെ വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ സ്വിച്ച് ഓഫും. അയ്യോ, എന്ത് ചെയ്യും? ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ച് നീ പോകുമ്പോഴത്തേക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഇരിക്കുമല്ലായിരുന്നാ? അപ്പൊ തന്നെ ഏതോ സിനിമയുടെ ഓഡീഷൻ എന്നും പറഞ്ഞ് പോയതാ. ഇന്നലെ കൂടി തമ്മിച്ചേട്ടൻ പറഞ്ഞതാ ഇവൻ്റോട്, ഇവന്റെ സ്പീഡ് ഭയങ്കരമാണ്, ഒന്ന് സൂക്ഷിക്കണേ. ഞാൻ വിളിച്ചപ്പോ അങ്ങനത്തെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. അപ്പൊ കുഴപ്പമൊന്നും കാണത്തില്ല സുലിച്ചേച്ചി. ഞാൻ ഏട്ടനോട് പറയാതില്ല, ഹോസ്പിറ്റലിൽ കൂടെ അന്വേഷിക്കാൻ പറയാൻ. ടെൻഷൻ അടിക്കല്ലേ? അല്ല, ഇപ്പൊ ആരെയും വിളിക്കാനൊന്നും പറ്റത്തില്ലേ? സ്വിച്ച് ഓഫ് ഏട്ടൻ അന്വേഷിച്ചിട്ട് പറയാന്ന് പറഞ്ഞിട്ടുണ്ട്. ഏട്ടൻ പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടെങ്കിൽ നോക്കട്ടെ എന്ന്. അറിഞ്ഞായിരുന്നാ? കുറച്ച് സമയം മുമ്പ് ഞങ്ങൾ തമ്മിൽ കണ്ടതാണ്. ഇവിടെ നിന്നല്ലേ പോയത്? റൊണാൾഡോ നിനക്കറിയൂടെ അത് ഹോസ്പിറ്റലിലാണെന്ന്? ഹോസ്പിറ്റൽ ഏതാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അപകടം നടന്ന സ്ഥലത്തുനിന്ന് കിട്ടിയ റിപ്പോർട്ട് വെച്ചിട്ട് സംഗതി ഇച്ചിരി സീരിയസ് ആണെന്നൊക്കെയാ പറഞ്ഞത്. ആംബുലൻസിലെ കൊണ്ടുപോയെന്ന്. നമുക്ക് പോയിട്ട് വന്നാലോ? റൊണാൾഡോ പോയി നോക്ക്. ഏട്ടൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഏട്ടൻ പറഞ്ഞിട്ട് പോയാ പോരെ? എന്തായാലും ഒരു സമാധാനം കാണത്തില്ല. ഒന്ന് പോയി നോക്കേ. ഞാനും ആംബുലൻസ്. ആംബുലൻസാ?
ലല്ലു ദേ ലല്ലു. മക്കളെ കാല് നടന്നു കുത്താൻ പറ്റുമോ? ആ ചെരുപ്പ് ഞാൻ എടുത്തതാ. എടാ എത്രയായി? എന്തിനാ എന്റെ അടുത്ത് പൈസ ചോദിക്കണ നിങ്ങള്? സ്നേഹബന്ധം വേറെ, പൈസ വേറെ. നീ എത്ര രൂപയെന്ന് പറ. അണ്ണാ ഞാൻ നിങ്ങളെ ഭയങ്കര ആരാധന, എനിക്ക് പൈസ ഒന്നും വേണ്ട. എന്തിനാണ്? ഞാനടുത്തൊരു സെൽഫി എടുത്ത് ഒരു സെൽഫി കൂടെ എടുത്തോട്ടെ. സെൽഫി അണ്ണ പറയണ അണ്ണ നീ അണ്ണാ ചിരി അണ്ണ ചിരി ചിരി അണ്ണ ഒന്നുകൂടെ ഇങ്ങനെ വേണം. അതെ അണ്ണ. അണ്ണാ വീടപ്പോ ഗ്ലാസ് മാത്രം പൊട്ടി, അതെടുത്ത് വെച്ചിട്ടുണ്ട്. പൊട്ടിയില്ലേ? അല്ല ഇല്ല അണ്ണ. അതെങ്ങനെ പൊട്ടാതെ കിട്ടിയല്ലടാ. ശരി അണ്ണ. ഓട്ടോ ഉണ്ടെങ്കിൽ വിളിക്കണ അണ്ണ. ഓട്ടോ ഉണ്ടെങ്കിൽ വിളിക്കാൻ അറിയാതെ പറഞ്ഞു വേണ്ട. ശരി അണ്ണ. കാല് പൊട്ടലും ഉണ്ടോ? ചെറിയൊരു പൊട്ടലുണ്ട്. എന്റെ പൊന്നു ലല്ലു, എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പാഞ്ഞു പോലെന്ന്. ദൈവം കാത്ത് ഇത്രയല്ലേ പറ്റിയുള്ളൂ. ഇത്രയും പറ്റിയില്ലേ? അപകടം നടന്ന സ്ഥലത്ത് നിന്ന് കിട്ടിയ വിവരം നീ തീർന്നെന്നാണ്. ആണ് ഞാനതല്ലേ വർക്ക്ഷോപ്പിൽ നിന്ന് ഹെൽമെറ്റ് പെട്ടെന്ന് ഓടി വന്നത്. അതാരാ ലല്ലു? ഫ്രണ്ടാണോ? ആംബുലൻസിലെ ഡ്രൈവർ ഫ്രണ്ടാണോ? ഫ്രണ്ടൊന്നുമല്ല, പിന്നെ ആരാധകൻ. ആരാധകനാ നിനക്കാ? ആരാധകൻ കേട്ടിട്ടില്ലേ? എടാ എന്താ സംഭവിച്ചെന്ന് പറ. സംഗതി നടക്കണേന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ മാമ നോക്കി പോണ്ടാ ഇനി കയറി വന്ന് അപ്പുറത്തോട്ട് പോവാതെ. വണ്ടി മാറ്റുന്നത് കാല് നോക്കി വരണ നിങ്ങള്. നിന്റെ പേരിലാണ് ഈ സ്പീഡ് കൂടിയതുകൊണ്ടാണ്. സൂരജല്ലേ? അല്ല ലല്ലു. അല്ല ഒഴുകുന്ന പോലെ സീരിയല്ലേ സൂരജ്? അത് തന്നെ. ഭയങ്കര ഫാനാണ് ഞാൻ. എന്ത് പറ്റിയേ? വീഴുന്ന ആക്സിഡന്റ്. ഒരു മിനിറ്റ് തോന്നല്ലേ ഭയങ്കര ആഗ്രഹം. സിനിമ കഥ പറഞ്ഞ് നിൽക്കുക. വണ്ടി കൊണ്ടുപോ. എന്റെ ഒഴുകുന്ന പുഴയിലെ സൂരജ് മാസ്റ്റർ പീസ് ആയിട്ടും എന്നാണ് ഇൻഡസ്ട്രിയിലുള്ള എല്ലാരും പറയുന്നത്. ഏത് ഇൻഡസ്ട്രി? സീരിയൽ ഇൻഡസ്ട്രി. എന്റെ പുഴയുടെ ഒഴുക്കം നിർത്ത്. ഞാൻ ഇടിച്ചിട്ട് വല്യപ്പന് വല്ല ചികിത്സാ ചെലവിന് പൈസ വല്ലതും കൊടുത്തോ? വലിയ കുഴപ്പമൊന്നുമില്ല, ചെറിയൊരു 4 സ്റ്റിച്ച് ഉണ്ട്. അങ്ങനെ ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ പൈസയൊക്കെ ആരാധകൻ കൊടുക്കാന്നങ്ങ് പറഞ്ഞു. അവനത് തലയ്ക്കല്ല സുഖമൊന്നുമില്ലടാ. അങ്ങനെ ആരാധന മൂത്ത ഓരോരുത്തർ എന്തൊക്കെയാ ചെയ്യണത്? ഞാൻ നല്ല പണിയെടുക്കുന്ന സമയത്തല്ലേ ചാടി പിടിച്ച് വന്നേ. തീർന്നു പോയെന്നുള്ള വാർത്തയില്ല കേട്ടോ. ഇവിടെ വന്നപ്പോ ചുമ്മാ കുറെ ബാൻഡേജ് മാരി ചുറ്റി. നേർക്ക് ഇത് മാത്രമേ ഉള്ളൂ പറയാം. അല്ല സ്റ്റിച്ച് ഉണ്ടാ? മനുഷ്യന് സമയം ഇടി കിട്ടി വെച്ചേ. ആണോ? ഈ കാലില് നീ ഇപ്പൊ എത്ര നാളെടുക്കും ഇതൊക്കെ ഒന്ന് ശരിയായി വരാൻ? അറിയില്ല, എങ്ങനെ 1.5 ആഴ്ച പിടിക്കും തോന്നുന്നു. ഞാൻ ഇന്നലെ ഏട്ടനെ ഒന്ന് വിളിച്ച് പറയട്ടെ ആളിവിടെ എത്തിയെന്ന്. പാവം വിഷമിക്കും. എന്താ അവിടെ പിടിക്കാതെ അവിടെ വേദന ഉണ്ടെന്ന്. സുലി ചേച്ചി വാ, ഞാൻ അമ്മയുടെ ഏതെങ്കിലും കുഴമ്പെടുത്ത് വരാം. എടുത്തോണ്ട് വരാം. മുത്തേ, എനിക്ക് കുറെ ആരാധകരുണ്ട്. ഈ ആരാധകർ കുറച്ച് ദിവസം കഴിയുമ്പോൾ നിനക്ക് ഉപകാരപ്പെടും. നോക്കോ, പോസ്റ്റർ ഒന്നും ഇറങ്ങിയില്ലേ? പോസ്റ്ററാ? ആ പോസ്റ്റർ
അത് ഡയറക്ടർ പറഞ്ഞു 1 മാസം കഴിയുമ്പോഴത്തേക്കും നായകന്റെ തൊട്ടടുത്തിരിക്കുന്ന പോസ്റ്റർ ഇറക്കി തരാന്നൊക്കെ പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഇന്ന് ഇറങ്ങുമായിരിക്കും. ഇന്ന് മനസ്സിലായല്ലേ? ഈ അപകടം പറ്റി മരിക്കുന്നവർക്കൊക്കെ വേണ്ടി പോസ്റ്റർ ഇറങ്ങൂലേ, ആദരാഞ്ജലി എന്നൊക്കെ എഴുതിയിട്ട് ഒട്ടിച്ചൊക്കെ വെക്കാൻ വേണ്ടി. ഞാൻ വിചാരിച്ചു അത് ഇന്ന് ഇറങ്ങുമെന്ന്. മൊത്തം നീയും കൂടെ ഇങ്ങനെ ചവിട്ടി കുത്താതെ. ഈ മര്യാദക്ക് ബൈക്ക് ഓട്ടിക്കാൻ പറഞ്ഞാൽ ഓട്ടിക്കാൻ അറിയത്തില്ലേ? ചുമ്മാ എന്തിനാ ബാക്കിയുള്ളൊരു സമാധാനം കളയണേ? എന്താ പറയാ, ഇപ്പൊ ആയല്ലോ, ഇനിയിപ്പൊ അഭിനയിക്കാനൊക്കെ പോവാല്ലോ. Aliens.